ഇത് കണ്ടോ? പേടിച്ച് ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ് കട്ടിലിൻ്റെ അടിയിൽ. ഇങ്ങ് വന്നേ. പട്ടി പിടുത്തക്കാരാന്നും പറഞ്ഞോണ്ടാ പേടിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് വന്നേ, ഇറങ്ങി ഇങ്ങോട്ട്. ഷോ നല്ല ക്ലാരിറ്റി ഇടുന്നത് ഗൈസ്. ശങ്കരോ ഇങ്ങനെ ഇറങ്ങി വന്നേ. വാ, അച്ഛൻ മഴക്ക് പറയുന്ന. വാ, നല്ല അനുസരണയുള്ള കുഞ്ഞാണ് അവിടെ തന്നെ കിടന്ന്. ഇനി വന്നേ. ഇതുപോലൊരു പേടി തുണ്ടിയായ പട്ടി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? കൈസ് ഉണ്ടല്ലോ എന്ന് കമൻറ്റ് ചെയ്യൂ. ഇങ്ങ് വന്നേ. ബാ. ദൈവമേ, കിടക്കുന്ന നടപ്പുണ്ടോ? അച്ഛൻ വന്നാൽ എന്നെയും വിട്ട് നിന്നെയും വിട്ടു. ഇങ്ങ് വന്നേ ശങ്കരോ. ഇന്നെ വാലിൽ ചേർക്കണം ഗൈസ്. അപ്പം ഞാൻ അമ്മേ കട്ടിലിൻ്റെ അടിയോട്ട് അത്ര പാട് വിട്ട് കയറുവായി. ബാ, ഈശ്വര കിട്ടുന്നില്ലല്ലോ ഗൈസ്. ഇങ്ങ് വാടാ കുട്ടപ്പാ. എടി വാടി ഇങ്ങോട്ട്. ശങ്കരോ പറഞ്ഞാൽ തീരെ അനുസരില്ല ഗൈസ്. പേടിച്ചിട്ടാണ് ആളിവിടെ കയറി ഇരിക്കുന്നത്. ഇനി വന്നേ. ഒരു അയ്യോ, വണ്ടിക്കാർ ഒന്ന് പോയി. വന്നേ. ഈശ്വര, ഇതെൻ്റെ കഷ്ടപ്പാടാണ് ഗൈസ്. ഇങ്ങോട്ട് വരൂ. ബാ ബാ. അയ്യോ ആ പച്ചക്കറിക്കാരടി വന്നോ ശങ്കരോ. ഗൈസ്, അപ്പോൾ പട്ടിപിടുത്തക്കാർ വന്നായിരുന്നു 2 ദിവസം മുമ്പ്. അന്ന് തൊട്ടുള്ള പേടി. എവിടെയാണ് സൗണ്ട് കേട്ടാ ആള് പോയി പാത്തിരിക്കും. ഇനി വന്നേ. വന്നേ. എടി ഇങ്ങോട്ട് വാടി. ദീപമേ, ശങ്കരോ അച്ഛൻ വന്നാൽ കിട്ടും കേട്ടാ. എനിക്കും കിട്ടും, നിനക്ക് കിട്ടുവേ. ഇനി വന്നേ. ഗൈസ്, പറയുന്നത് അനുസരണ പോലെ ഇല്ല. ഇങ്ങോട്ട് വന്നേ ശങ്കരോ. കൂട്ടെ കണ്ടിട്ട് നോക്കുന്നുണ്ട്, എന്നിട്ട് അഭിനയിക്കുന്നു. ഇനി വന്നേ. അച്ഛൻ മഴക്കോറി ശങ്കരോ. അച്ഛൻ ഇപ്പോൾ വരൂട്ടാ. അച്ഛൻ വന്നാൽ തീർന്ന്. ഞാനും തീർന്ന്, നീയും തീർന്ന്. ബാ. ഇതുപോലത്തെ ഒരു പട്ടിയുണ്ടോ? എൻ്റെ ദൈവമേ, പേടിച്ചങ്ങിരുന്നതാ ഒളിച്ചിരിക്കുന്നു. നീ വന്നത് അവിടെ കൊതുണ്ട് കേട്ടാ. കുത്തുവേ. എണീക്കുന്നുണ്ട്. വരാനുള്ള പുറപ്പാടൊന്നും ഇല്ലാണ്ട് കിടന്ന്. വരുന്നുണ്ടോ ശങ്കരോ? ഒരു വിധത്തിൽ ഞാൻ വലിച്ച് പുറത്തിറക്കി. വാ പോവാം, വെളിയിലോട്ട് ഇറങ്ങാം. അമ്മേ വാടി ഇങ്ങോട്ട്. കള്ളി വാടി. അപ്പോൾ അച്ഛൻ വന്ന് 2 വെട്ടിക്കൊന്നേനെ. ബൈ ഇങ്ങോട്ട്. അയ്യോ, വാ പുറത്ത് പോയി കിടക്കാം. ബൈ പറ. ബൈ. അയ്യോ, ബൈ. ഷിയു ഇവിടുന്ന്.